മറ്റ് വിദേശ രാജ്യങ്ങളെ പോലെ കുടിയേറ്റ നിയമങ്ങളിലും വിസ നിയന്ത്രണത്തിലും മാറ്റം കൊണ്ടുവന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സർക്കാരിന്റെ പുതിയ തീരുമാനത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ ആശങ്കയിലാണ്. 2025 ജൂലൈ 15 മുതലാണ് UK കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത്. UK-യിലേക്കുള്ള അനധികൃത കുടിയേറ്റം കുറയ്ക്കുന്നതിനും UK-യിലുള്ള പ്രഗത്ഭരായ ആളുകൾക്ക് രാജ്യത്ത് തന്നെ ജോലി നൽകുന്നതിനും വേണ്ടിയാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കർശനമായ വിസ നിയമങ്ങൾ മുതൽ കുടിയേറ്റ രേഖകൾ വരെ UK മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഈ മാസം 15 മുതൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് അധികാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. 2025 മെയ് മാസത്തിൽ ഗവൺമെന്റ് ഇമിഗ്രേഷൻ സംവിധാനത്തിന്മേലുള്ള നിയന്ത്രണം പുനഃസ്ഥാപിക്കുക എന്ന് ധവളപത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ധവളപത്രത്തിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ മാറ്റങ്ങൾ കുടിയേറ്റക്കാർക്കും തൊഴിലുടമകൾക്കും തിരിച്ചടിയായിരിക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏതൊക്കെ മേഖലയിലാണ് UK മാറ്റം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത് ഈ വിസകളിലെ മാറ്റമാണ്. UK-യുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. 2025 ജൂലൈ 15 മുതൽ ഫിസിക്കൽ വിസ സ്റ്റിക്കറുകൾ ഉണ്ടാകില്ല. പകരം യാത്രക്കാരുടെ പാസ്പോർട്ട് നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഓൺലൈൻ വിസ സംവിധാനമായിരിക്കും ഉണ്ടാകുന്നത്. അതിർത്തി നിയന്ത്രണം കുറച്ചുകൂടി ശരിയായി നടത്തുന്നതിനും അനധികൃത കുടിയേറ്റം തടയുന്നതിനും വേണ്ടിയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വിസ ആക്കുന്നതിലൂടെ പേപ്പർ വർക്കുകൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് അധികാരികൾ പറയുന്നത്. രണ്ടാമതായി, സ്കിൽഡ് വർക്കർ വിസ നിയമങ്ങളും UK കർശനമാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത് വരും കാലങ്ങളിൽ UK-യിലേക്ക് വരാനിരിക്കുന്ന തൊഴിലാളികളെ ബാധിക്കും. സ്കിൽഡ് വർക്കർ വിസകളിലും UK പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള നൈപുണ്യ പരിധി UK സർക്കാർ ഉയർത്തും. 111 തൊഴിലുകൾ അംഗീകൃത പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. 2024 ഏപ്രിൽ മുതൽ സ്കിൽഡ് വർക്കർ വിസ അപേക്ഷകൾക്ക് 41,700 പൗണ്ട് എന്ന നിയമം കൊണ്ടുവന്നിരുന്നു. ഇത് ജൂലൈ മാസം മുതൽ പ്രാബല്യത്തിൽ വരും. ബിരുദം ആവശ്യമില്ലാത്ത ജോലികൾക്ക് തൊഴിലാളികളെ നിയമിക്കുന്നതിന് കൂടുതൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടുന്നതായി വരും. അതുപോലെ വിദേശികളെ ജോലികളിൽ പ്രവേശിപ്പിക്കാനും തൊഴിലുടമകൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായി വരുമെന്ന് സർക്കാർ പറഞ്ഞു. സോഷ്യൽ കെയർ റൂട്ട് നിർത്തലാക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളും പലർക്കും തിരിച്ചടി നൽകുന്നുണ്ട്. വിദേശികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന മേഖലയാണ് UK-യുടെ കെയർ ഹോമുകൾ, പ്രത്യേകിച്ചും ഇന്ത്യക്കാർ. ഇതിലും സർക്കാർ മാറ്റം കൊണ്ടുവന്നു. 2025 ജൂലൈ 22-ന് ഈ മേഖലകളിൽ വിദേശികളെ നിയമിക്കുന്നത് ഔദ്യോഗികമായി അവസാനിപ്പിക്കും. സർക്കാരിന്റെ ധവളപത്രം പ്രകാരം ഇനി തൊഴിലുടമകൾക്ക് വിദേശത്തു നിന്നും തൊഴിലാളികളെ നിയമിക്കാൻ സാധിക്കുകയില്ല. 2025 ജൂലൈ 22-ന് മുമ്പ് പരിചരണ മേഖലയിൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ള അപേക്ഷകരെ ഈ നിയമം ബാധിക്കുകയില്ല. എന്നാൽ നിയമം പ്രാബല്യത്തിൽ വന്നാൽ പുതിയതായി ഇനി ആർക്കും കെയർ ഹോമുകളിലേക്ക് ജോലിക്ക് കയറാൻ സാധിക്കില്ല. സ്ഥിരതാമസത്തിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട്. UK-യിൽ ഇനി വിദേശികൾക്ക് സ്ഥിരതാമസത്തിന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരും. വിദേശികളുടെ താമസത്തിനുള്ള സ്റ്റാൻഡേർഡ് യോഗ്യതാ കാലയളവ് വർദ്ധിപ്പിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. നിലവിൽ ഇത് 5 വർഷമായിരുന്നു. എന്നാൽ ഇനി മുതൽ ഇത് 10 വർഷമായിരിക്കും. എന്നുവെച്ചാൽ വിദേശികൾക്ക് PR നേടണമെങ്കിൽ 10 വർഷം വരെ UK-യിൽ താമസിക്കണം. എന്നാൽ UK-യുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും അടിസ്ഥാനമാക്കിയുള്ള സംഭാവനകൾ നൽകുന്നവർക്ക് ഈ സംവിധാനത്തിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇതേപറ്റിയുള്ള വിശദാംശങ്ങൾ തീർപ്പാക്കിയിട്ടില്ല. UK-യിൽ നിലവിൽ താമസിക്കുന്നവരെ ഈ നിയമം ബാധിക്കുമോ എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. പുതിയ നിയമം ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ടുകൾ വന്നപ്പോൾ മുതൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പല വിദേശികൾക്കും ആശങ്കകളുണ്ട്. പലരും ഇതേക്കുറിച്ച് അറിയാൻ UK ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം പുലർത്തുന്നുണ്ട്. ഇതിനുള്ള മറുപടിയുമായി ആഭ്യന്തര സെക്രട്ടറി രംഗത്തെത്തി. UK-യിൽ PR നേടുന്നതിനോ പൗരത്വം ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മാറ്റങ്ങൾ ഈ വർഷം അവസാനത്തോടെ സർക്കാർ ജനങ്ങളുമായി പങ്കുവെക്കും. സർക്കാർ പെട്ടെന്നൊരു തീരുമാനവും എടുക്കുകയില്ല. തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് ആളുകളുടെ ഫീഡ്ബാക്ക് എടുക്കും എന്ന് UK ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ UK-യിലേക്കുള്ള ആളുകളുടെ സംഭാവനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും വിസ സംവിധാനത്തിന് സമാനമായ പോയിന്റ് അധിഷ്ഠിത സംവിധാനം ഉപയോഗിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശരിയായ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമായിരിക്കും തീരുമാനമെടുക്കുന്നത്. എന്നാൽ നിയമമാറ്റം കൂടുതൽ വിദേശികളെ ബാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.